ഡി ആ തള്ള എത്ര നേരമായിട്ട് ഒന്നും ഉണ്ടാക്കി വെച്ചില്ല അവിടെ അതവിടെ വെറുതെ ഇരിക്കുകയാണ്. നീ എന്തെടുത്തിട്ട് തിന്നാ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കായിരുന്നില്ലേ? അത് ഉണ്ടാക്കും പറഞ്ഞിട്ടാണല്ലോ ഞാൻ നിന്റെ കുട്ടി തുണി എടുത്തിരിക്കാൻ പോയത്. അത് അവിടെ വെറുതെ ഇരിക്കണമെന്ന് ഞാൻ അറിഞ്ഞോ? പോട്ടെ ഇനിയിപ്പോ ഉമ്മ ഉണ്ടാക്കുമ്പോ തൽക്കാലം ഇതാ നോക്ക്, ആ തള്ളനെ വേഗം ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കിക്കോ. അത് ഇവിടെ ഉണ്ടായിട്ട് എനിക്ക് ഒരു ഉപകാരവും ഇല്ല. വെറുതെ ഇരുന്ന് തിന്നാൻ തന്നെ അതിന് സഹിക്കുള്ളൂ. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ, അത് കേട്ടിട്ട് വരണ്ട. കേക്കട്ടെ, കേട്ടാലെങ്കിലും ഉണങ്ങ് വരട്ടെ. ഞാൻ അതിനുള്ളതൊന്നും ഉണ്ടാക്കി വെക്കില്ല കേട്ടാ. വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നട്ടെ, എനിക്കിപ്പോ അതല്ലേ പണി. ഓ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടുമ്മ. നിങ്ങളൊന്ന് സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കേ. നിങ്ങളുടെ സൗണ്ട് കേട്ടിട്ട് കുട്ടി എണിക്കണ്ട. ഞാൻ മെല്ലെ ഒന്ന് അതിന്റെ നാട്ടി ഉറക്കണം. ഇരിക്കുന്നു നോക്ക്, മൂങ്ങനെ പോലെ. തിന്നാനൊന്നും ഉണ്ടാക്കിയില്ലേ നിങ്ങള്? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ വെറുതെ ഇരിക്കുന്ന നേരം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോടെ നിങ്ങക്ക്? പിന്നെ നേരത്തെ നേരത്തെ നിങ്ങക്ക് തിന്നാണ്ടാക്കി തരാനല്ലേ നോക്കാം ഞാനിവിടെ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നേ. ആ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന പാല എവിടെ? അത് ഞാനെടുത്ത് ചായ വെച്ച് കുടിച്ചു. ഞാനത് ആ പെണ്ണിന് കാച്ചു കൊടുക്കാൻ വെച്ച പാലായിരുന്നു. അപ്പൊ അത് എടുക്കുമ്പോ ഒന്ന് ചോദിക്കണ്ടേ? ഇപ്പൊ എന്താ ഞാൻ അവർക്ക് കാച്ചു കൊടുക്കുക? അത് പറഞ്ഞിട്ട് എനിക്ക് ചായ കുടിക്കൊന്നും വേണ്ടേ? നീ വേണമെങ്കിൽ കടയിൽ പോയി വാങ്ങിട്ട് വാ, എന്നിട്ട് കാച്ചു കൊടുക്ക്. ഡി മര്യാദയ്ക്ക് ആ തളഞ്ഞ വന്ന് പറഞ്ഞയച്ചോ. എനിക്ക് അതിന്റെ സ്വഭാവം തീരെ പറ്റുന്നില്ല. ഓ എന്തമ്മ നിങ്ങക്ക്? ഞാൻ നിനക്ക് തരാനേ ഒരു ഗ്ലാസ് പാല് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അത് വേഗം എടുത്തും കൂടെ ചായ വെച്ച് കുടിച്ചിക്കണോ? ഇനി എന്താ ഞാൻ നിനക്ക് കാച്ചു തരിക? ഒരു ഗ്ലാസ് പാൽ തന്നെയല്ലേ, അത് കുടിച്ചിട്ട് പോയിക്കോട്ടെ. എനിക്ക് പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ സമയത്താണ് നീ നിന്റെ ആരോഗ്യം നോക്കേണ്ടത്. എന്തിനാ തള്ളിങ്ങനെ പിടിച്ചു വരുത്തിയിരിക്കുന്നത്? നമ്മളെ പഴിയെടുക്കാനോ? വന്നപ്പോ തുടങ്ങിയതാണ്. ഞാൻ അപ്പോഴും പറഞ്ഞതാ നിന്റെ അടുത്ത് 6 മാസം കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന്. പറഞ്ഞപ്പോ അവള് കേട്ടില്ല. 6 മാസമൊക്കെ വീട് കൂട്ടിയിട്ട് എന്തിനു പറ്റുമ്മ? നിങ്ങൾ വന്നപ്പോ കണ്ടതന്നെയല്ലേ ഈ വീട് കിടക്കണ കോലം. അപ്പൊ അതിനല്ലേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് ഇടയ്ക്കും തലക്കൊക്കെ ഒരു പണിക്കാരത്തിന് വിളിച്ചിട്ട് ഒന്ന് തട്ടിയടിച്ചാൽ മതിയെന്ന്. ഓ ഒന്നും മിണ്ടാണ്ടിരിക്കും നിങ്ങളേ. ആ കുട്ടി പിണിക്കും. നീയേ അതിന്റെ അടുത്ത് ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞു. നിന്നെയും കൂട്ടിന് നോക്കാനേ എനിക്കറിയാം. അതിനിപ്പോ എനിക്ക് ആദ്യ സഹായമൊന്നും ആവശ്യമില്ല. അല്ലാതെ ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ലല്ലോ, വെറുതെ ഇരിക്കുക തന്നെയല്ലേ. നീ പറയാൻ നിൽക്കണ്ട, അവന്റെ അടുത്ത് പറയാൻ പറ. അപ്പഴാ മകനക്ക് ഇവിടെ നിർത്താൻ വലിയ താല്പര്യമില്ലാതെ തോന്നുള്ളൂ. അപ്പൊ ചിടുക്കനെ പോയിക്കോളും. എന്താ അത്? ഒരു വീട് കിടക്കണ കോലം നോക്കാം. ആള് താമസമുള്ള വീടാ അത്ര. കണ്ടാ പറയൂ, എന്റെ മക അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കണ മുതലാണ് ഇങ്ങനെ കേടുവന്ന് പോണത്. ആർക്കെങ്കിലും അതിന്റെ ദണ്ണുണ്ടോ നോക്കാം. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? അതിന്റെ അടുത്ത് എന്റെ മകള് വീട് നേരെ നോക്കില്ല എന്നല്ലേ? നേരെ നോക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ കിടക്കുന്നത്. ഇതാ അതൊക്കെ നോക്കി നോക്ക്. മാറാനെയും പിടിച്ച് വല്ല പ്രേതാനെയും പോലെ. അതൊക്കെ ഒന്ന് തട്ടി അടിച്ച് വൃത്തിയാക്കി വെച്ചൂടെ? അതേ, എന്റെ മകള് പ്രസവിച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ. അവൾക്ക് ഇമാതിരി പണിയൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ഔ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തിട്ടൊന്നും പറയണ്ട. എന്ത് ചെയ്യാണ്ട്? അവൾക്കൊക്കെ നന്നായിട്ട് അറിയാം ഒരു വീട് എങ്ങനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ. ഓ, അറിയാം, അതൊക്കെ ഞാൻ കൊറേ കണ്ടിരിക്കുന്നു. ഇവള് അവിടെ ആകുമ്പോൾ അങ്ങനെ തന്നെ. ഒരു പണി നേരെ വണ്ണം ചെയ്യില്ല. 24 മണിക്കൂർ റൂമിന്റെ ഉള്ളിൽ തന്നെ. എന്നാ ഇവിടെ വന്നാലെങ്കിലും മാറുന്നു വിചാരിച്ചു ഞാൻ. ഇത് അതുമില്ല. തിന്നാണ്ടാക്കുക, തിന്നാ റൂമിൽ പോയി കിടക്കുക. തിന്നാണ്ടാക്കുക, തിന്നാ റൂമിൽ പോയി കിടക്കുക. ഇതന്നെ, വേറെ ഒന്നും അറിയില്ല അവൾക്ക്. ഇന്ന് എന്ത് വേണം? ഇതൊക്കെ എന്റെ മാപ്പിള അവിടെ പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ മുതലാണ്. അതിങ്ങനെ കേടുവരുത്തി കളയാൻ പാടില്ല എന്നുള്ള വിചാരം വേണ്ടേ? ഇത് അതില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് ദണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? നിങ്ങളുടെ മകന്റെ വീട് തന്നെയല്ലേ? ഞാൻ ചെയ്യും. അതിപ്പോ ആരും പറഞ്ഞു തന്നിട്ടൊന്നും വേണ്ട. എന്നാ ചെയ്തോളി. ആരാപ്പ വേണ്ട പറഞ്ഞു? ഉം. ഓ, 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 ഓ. ഉം, 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 ഉം. പിന്നെ ഞാൻ കുട്ടിന്റെ തുണികളൊക്കെ പുറത്ത് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അത് അഴയെന്ന് എടുത്തിട്ട് പിന്നെയും തിരുമ്പിട്ടോ. അതതിന് വൃത്തിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതാ ഞാൻ പിന്നെ എടുത്ത് തിരുമ്പിയത്. അത് കുട്ടിക്ക് ഉപയോഗിക്കുന്നതല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ തിരുമ്പിയേ പറ്റുമോ? ആവൂ, ഇതെന്താ ഇത് എവിടെ ഇല്ലാത്തൊരു കാട്ടിക്കൂട്ടില്. പിന്നെ എന്റെ മകളും 2 പെറ്റതാ. ആ 2 പ്രസവവും ഞാൻ എന്നെ നോക്കിയതും. ഇന്നേവരെ അവരാരും എന്നെ വൃത്തിയില്ല മെനയില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ എന്നെ അപമാനിച്ച പോലെയല്ലേ നീ കാട്ടിയത്? ഞാൻ നോക്കിയപ്പോ അതിന്റെ ചളിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അത് അങ്ങനെ എടുത്ത് കുട്ടിക്ക് കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? കുട്ടിക്ക് ഇൻഫെക്ഷൻ വരില്ലേ? അതാ ഞാൻ പിന്നെ എടുത്ത് തിരുമ്പിയത്. അല്ലാണ്ട് നിങ്ങളെ അപമാനിക്കാനൊന്നും അല്ല. ഒന്നാമത് നമുക്ക് ഇത്തിരി വൃത്തി കൂടുതലാണ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. അല്ലാ, എന്റെ ഉമ്മാന്റെ ഒക്കെ വൃത്തി കണ്ട റബ്ബേ, ഞാനൊക്കെ പുള്ളി പ്രസവിച്ച് കിടക്കുമ്പോഴേ അതൊക്കെ നോക്കുമ്പോ ഒന്നും അല്ല. അപ്പൊ നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് വൃത്തിയും മേനയില്ലാത്ത ആൾക്കാര്, നിങ്ങളൊക്കെ എല്ലാം തന്നെ വരും. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ആ കഴുകിയത് വൃത്തിയായിട്ടുണ്ടായിരുന്നില്ല, അത് ഉള്ളത് തന്നെയാ. ഞാനത് കുറെ നേരം സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടേ നല്ലോ കശക്കി തിരുമ്പി. അതും പോരാണ്ട് ഡെറ്റോളും ഇട്ട് കഴുകി. എന്നിട്ടും വൃത്തിയില്ലാന്നാ നീ പറയുന്നത്? അങ്ങനെയെന്നുണ്ടെങ്കിലേ നീ ഒരു കാര്യം ചെയ്തോ.
ഇനി മുതൽ നിങ്ങളുടെ പണികളൊക്കെ നീ ഒറ്റയ്ക്ക് തന്നെ അങ്ങോട്ട് ചെയ്തോ. ഞാൻ ആ ഭാഗത്തേക്കേ വരുന്നില്ല. ആ ഞാൻ തന്നെ ചെയ്യാം, അതന്നെ നല്ലതും. അല്ലെങ്കിൽ ഇപ്പൊ 3-4 മാസം ഞാൻ തന്നെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ അത്? കുട്ടിക്ക് രാത്രി ഉറക്കം പറയണതില്ല. എനിക്ക് ഇന്നലെ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല കരച്ചില് കാരണം. എന്തെന്നാലും കുട്ടി ഇങ്ങനെ കരയണ്? അത് പിന്നെ ചില കുട്ടികൾ അങ്ങനെ തന്നെയാണ്. പകലൊക്കെ നല്ലോ ഉറങ്ങും, രാത്രി ഉറങ്ങന്നെയില്ല. അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പൊ എല്ലാവിടെയും. ആരാ പറഞ്ഞതൊക്കെ? എന്റെ 2 മക്കളെയും കൊണ്ടൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതുകളൊക്കെ രാത്രി സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു. പെറ്റൻസ് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് എന്റെ അമ്മ എപ്പോഴും പറയും ചെയ്യും, എന്റെ മക്കളെയും കൊണ്ടൊന്നും ഈ ഒരു ഇടങ്ങറും ആയിട്ടില്ല പറഞ്ഞിട്ട്. ഇതിപ്പോ അവളുടെ സ്വഭാവം കിട്ടിക്കണോണ്ട് കുട്ടിക്ക്. എന്റെ മകളുടെ സ്വഭാവം ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് അറിയാം. അവളിനെയും കൊണ്ടൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നീ ഇതൊക്കെ അവളുടെ തലയിൽ കെട്ടി വെക്കാൻ നിൽക്കണ്ട. എന്നാലും കുട്ടിക്ക് അവളുടെ നിറമൊന്നും കിട്ടിയിട്ടില്ല. അവളിനൊക്കെ പെറ്റ സമയത്ത് നല്ല നിറം ഉണ്ടായിരുന്നു. ഇപ്പോഴും നിറമൊക്കെ ഉണ്ട്. എന്നാലും പെറ്റ സമയത്തേ തൂവെള്ള നിറമായിരുന്നു. എന്നിട്ട് കാണാൻ വരുന്നവരൊക്കെ പറയുന്നതായിരുന്നു, കുട്ടിനെ കാണാൻ മദാമ കുട്ടികളെ പോലെ ഉണ്ട് പറഞ്ഞിട്ട്. ആ നിറമൊന്നും കുട്ടിക്ക് കിട്ടിയിട്ടില്ല. കുട്ടിക്ക് അങ്ങനെ കുട്ടിന്റെ ഇപ്പാന്റെ നിറ കിട്ടിയിരിക്കുന്നത്. അതിന് അവൻ നിറമില്ല എന്ന് ആരാ പറഞ്ഞു? അവനൊക്കെ പാകത്തിനുള്ള നിറമുണ്ട്. പിന്നെ ഇപ്പൊ 90 കഴിഞ്ഞ കുട്ടികൾ ഇത്തിരിയൊക്കെ നിറം പോകും. പിന്നെയൊക്കെ തന്നെ വെക്കും കുറച്ചങ്ങോട്ട് ആവുമ്പോ. ഓ, എനിക്ക് തോന്നുന്നില്ല. ഇരുനിറം തന്നെ ഉണ്ടാവുള്ളൂ. ആ അങ്ങനെ പേരക്കുട്ടിക്ക് നല്ല നിറമാണെന്നുണ്ടെങ്കിലേ മകള് വയറ്റിലായിരിക്കുന്ന സമയത്ത് നല്ലോണം തിന്നാൻ വാങ്ങി കൊടുക്കണായിരുന്നു. ആപ്പിളും ഓറഞ്ചും കുങ്കുമപ്പൂവും ഒക്കെ ആയിട്ട്. അതൊക്കെ തിന്നാലേ കുട്ടി നല്ല നിറം ഉണ്ടാവുള്ളൂ. ഇതൊന്നും വാങ്ങിക്കൊടുക്കാണ്ട് കുട്ടിക്ക് നിറല്ല കുട്ടിക്ക് നിറല്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആരാ പറഞ്ഞു വാങ്ങിക്കൊടുത്തിട്ടില്ലാന്ന്? ഞങ്ങളൊക്കെ നല്ലോണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്ത് വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം? കുട്ടിക്ക് തന്തന്റെ പാരമ്പര്യമല്ലേ കിട്ടുള്ളൂ. നിങ്ങൾ വാങ്ങിക്കൊടുത്തൊക്കെ അവളുടെ ശരീരത്തിൽ നല്ലോണം കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലതാ അങ്ങനെ ഇരിക്കുന്നത് പെണ്ണ്. ഇത് സാധാരണ എല്ലാ പെണ്ണുങ്ങളും പെറ്റണിച്ച് പറഞ്ഞാൽ നല്ല തടിക്കുകയും ചെയ്യുക. ഇത് ഉള്ള തടിയും കൂടി പോവുകയോ ചെയ്തിരിക്കണം. ആ അത് അവളുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. എന്ത് തിന്നിട്ടും കാര്യമൊന്നുമില്ല, അവള് തടിക്കില്ല. അല്ലാണ്ട് ഞങ്ങൾ വാങ്ങിക്കൊടുക്കാണ്ടോന്നല്ല. നിങ്ങളൊന്ന് നിർത്തണുണ്ടോ? കുറെ നേരമായി തുടങ്ങിയിട്ട്. ഹലോ. ആ എന്താ വർത്താനം? എന്ത് വർത്താനം? ഇവിടുത്തെ വർത്താനം ഒന്നും പറയാണ്ടിരിക്കുക നല്ലത്. എന്താ അത്? എന്താണ് നിങ്ങളുടെ ഉമ്മ എന്റെ ഉമ്മ എന്നും പ്രശ്നം തന്നെ അവിടെ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ 4 ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ തുടങ്ങി. നിങ്ങളുടെ ഉമ്മ ചെയ്യുന്നതൊന്നും എന്റെ മാക്ക് പറ്റില്ല, ഉമ്മ ചെയ്യുന്നതൊന്നും നിങ്ങളുടെ മാക്കും പറ്റില്ല. അപ്പൊ നിന്റെ ഉമ്മാക്ക് കുറച്ചൊക്കെ ഒന്നും മിണ്ടാണ്ടിരുന്നൂടെ? ആ അപ്പൊ എന്റെ അമ്മ എല്ലാത്തിനും പ്രശ്നക്കാരിയില്ലേ? നിങ്ങളുടെ അമ്മ പിന്നെ ഒന്നിനും ഇല്ലാത്ത പഞ്ചപാവാണല്ലോ. പാവം. പായല് വരട്ടാലും കൂടി കടിക്കില്ല. ഞാൻ ഒന്നും പറയിക്കണ്ട. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയുന്നത്? നിങ്ങളൊന്നും പറയണ്ട. ഞാനിവിടെ ഇടങ്ങറായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിലും ഭേദം ഒരു പണിക്കാരത്തെ നിർത്തലായിരുന്നു. അതാകുമ്പോ എനിക്കൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ ദിവസവും ഇതിന്റെ പ്രശ്നം തീർക്കലായി എന്റെ പണി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഉമ്മാന്റെ അടുത്ത് പോയിക്കോളാൻ പറഞ്ഞോ. അവിടെ ഇപ്പൊ രണ്ടാളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്തിനാ എന്റെ അമ്മ പോണ്? നിങ്ങളുടെ അമ്മക്ക് പോയിക്കൂടെ? നിങ്ങളുടെ അമ്മ ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഇവിടുത്തെ എല്ലാ പണിയും എന്റെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നത്. അതുമല്ല, കുട്ടിനെടുക്കാനും കൂടി നേരെ അറിയില്ല. ഒരു 90 കഴിഞ്ഞ കുട്ടിനെടുക്കണ കോലമാണ് വല്ല ഒരു വയസ്സായ കുട്ടികളെ എടുക്കും പോലെ. പിന്നെ ഉമ്മാക്കൊന്നും അറിയാത്തോണ്ടാണല്ലോ പിന്നെ നമ്മളെയൊക്കെ പ്രസവിച്ച് വളർത്തിയത്. നീ മണ്ടത്തരം പറയാൻ നിൽക്കണ്ട. നിന്റെ ഉമ്മാന്റെ സ്വഭാവം ശരിയില്ലാത്തോണ്ടായിരിക്കും ഉമ്മ തിരിച്ചു പറയുണ്ടാവുക. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിലേ ഇവിടെ പ്രശ്നം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചോറുണ്ടില്ലേ? ഞാനൊക്കെ ഉണ്ടു. ഉം വേറെന്താ? വേറെന്താ, അങ്ങനെ പോണു. ശരി എന്നാ ഞാൻ കിടക്കാൻ നോക്കട്ടെ. ഞാൻ വിളിക്കാം. ഉം ശരി. ശരി ശരി. എന്താടി അവൻ പറയുന്നത്? മൂപ്പരെന്താ പറയണ അവിടെ ഇരുന്നിട്ട്? ഉമ്മാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടാവില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. ഉമ്മ എത്ര വലിയ തെറ്റ് ചെയ്താലും ഉമ്മാനെ വിട്ട് പറയില്ലല്ലോ മകനെ. അപ്പൊ ഉമ്മ എന്തിനാ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അതെന്തോ ചെയ്തിട്ട് പോയിക്കോട്ടെ പറഞ്ഞ് മിണ്ടാണ്ടിരുന്നൂടെ? ഇതുമില്ല കുട്ടികളെ പോലെ. ഓ അപ്പൊ ഞാനവിടെ പ്രശ്നം ഉണ്ടാക്കണം, നിന്റെ അമ്മായിയമ്മല്ല അല്ലേ? അത് ഇവിടെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നീയും കൂടി കാണില്ലടി. എന്നിട്ട് അവൾ എന്നെ കുറ്റം പറയാൻ വരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ തളന്റെ ആവശ്യം എന്താ ഇവിടെ? ഇവരുണ്ടായിട്ട് ഈ 3-4 മാസം നിന്നെ ഞാൻ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ നിന്നെ നോക്കാൻ വന്നിരിക്കുന്നപ്പോ നിന്റെ വിചാരം അതൊന്നല്ല. എന്റെയും നിന്റെയും കുറ്റങ്ങൾ കണ്ടുപിടിക്കണം. എന്നാലല്ലേ വരുന്നതിന്റെ അടുത്തും പോണതിന്റെ അടുത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നിന്റെ അടുത്തും കുട്ടിൻ്റെ അടുത്തും കൊണ്ടുള്ള സ്നേഹം കൊണ്ടല്ലേ നോക്കാം. അതെന്തോ കാട്ടട്ടെ വർത്ത് വിടി. എന്തിനു നിങ്ങൾ അതിന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കുന്നത്? 3-4 കൊല്ലം കൂടി ഇരുന്നിട്ട് എനിക്കേ മാറ്റാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റണം? ഞാൻ ആരെയും മാറ്റാനും മറിക്കാനും ഒന്നും നിൽക്കുന്നില്ല. പക്ഷെ എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ കണ്ടാലേ ഞാൻ പറയും. അതിപ്പോ ഏത് അപ്പനായാലും ശരി. എന്താടേ അവിടുത്തെ വർത്താനം? നല്ല വർത്താനമ്മ. താത്തയും കുട്ടിക്ക് എന്ത് പറയണു? കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ അത്, നിങ്ങൾ അവിടെ തന്നെ കൂടാൻ തീരുമാനിച്ചോ? വീട്ടിക്കൊന്നും പോണില്ലേ? മെല്ലെ പോണുള്ളൂ. എന്താ ഇപ്പൊ തിരക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട്? അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ നസീറിയില്ലേ, അവള് നോക്കിക്കോളും. ഞാൻ എന്റെ പേരക്കുട്ടിന്റെ കൂടെ കുറച്ച് ദിവസം ഇരിക്കട്ടെ ഇവിടെ. ആ അത് നല്ല കാര്യമാണ്. നിന്നോളി. അപ്പൊ താത്താന്റെ ഉമ്മേ, അവര് പോയോ?
ഓ എവിടെ പോണു? ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ രണ്ടാളും വലിയ സുഖത്തിലൊന്നും അല്ല പോണെന്ന് മനസ്സിലായി. നിങ്ങളായിട്ട് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ടാട്ടോളി അവിടെ. ഞാൻ എന്ത് പ്രശ്നത്തിന് പോകണ്ടി? ഞാൻ എന്റെ കാര്യം നോക്കിക്കൊണ്ട് കൊണ്ടാണ്ടിരിക്കും. പിന്നെ തലേ കയറാൻ വന്നാൽ വിട്ടുകൊടുക്കൊന്നുമില്ല. അങ്ങനെ പനിയും പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. അപ്പൊ നിനക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് കുട്ടിനെ കണ്ടിട്ട് പോയിക്കൂടേ? വരണമെന്നൊക്കെ ഉണ്ടുമ്മ, ഒഴിവ് കിട്ടണ്ടേ? എന്താ ഒഴിവ് കിട്ടാണ്ട്? അവൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ചയായി. ഈ ഒരാഴ്ചയായിട്ട് നിനക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല? അവളുടെ വീട്ടിൽ നിന്നൊക്കെ ദിവസം ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അനിയത്തിയും ഏട്ടത്തെയും ഏളാമയും അമ്മായിയും ഒക്കെ ആയിട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രം ആരും വന്നിട്ടില്ല. ഒഴിവ് കിട്ടാണ്ട് അമ്മ, ഞാൻ വരേ. എപ്പോ? കുട്ടിക്ക് 1 വയസ്സായിട്ടോ? എത്ര നേരം വാടി ഒന്ന് വന്നിട്ട് പോകാന്? ആരും വന്നിട്ടില്ല. നസീറും മുനീറും വന്നിട്ടില്ല, നീയും വന്നിട്ടില്ല. എനിക്കൊരു അനിയത്തിയുണ്ട്, അവളൊന്നും വന്നെത്തി നോക്കിയിട്ടില്ല. എന്താ അത്? ഇതൊക്കെ ഇപ്പൊ എല്ലാവരെയും വിളിച്ചു പറഞ്ഞിട്ട് എത്തിക്കാൻ പറ്റുമോ? കുട്ടിനെ കാണാൻ വരികയും കുട്ടിനെ കാണാൻ വരികയും പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കണ്ടറിഞ്ഞ് വരണ്ടേ? അവളുടെ വീട്ടിൽ എന്താ വിചാരിക്കുക? നമ്മുടെ വീട്ടിൽ സഹകരണമില്ലാത്ത ആൾക്കാരെന്നല്ലേ തോന്നുള്ളൂ. അതിനെ പൊളിപ്പിക്കാനെങ്കിലും ഒന്ന് വരണ്ടേ? അവളുടെ അമ്മയാണെങ്കിലോ നല്ല സാധനം, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളായിട്ട് എന്തിനാണ് പറയിപ്പിക്കാൻ നിൽക്കുന്നത്? അവരീ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവർക്കാണ് കുട്ടിന്റെ മേലെ കൂടുതൽ അവകാശം എന്ന് കാണിക്കാനാണ്. അത് അവന്റെ കയ്യിൽ വെച്ചാൽ മതി. അതെ, നമ്മുടെ ചോരയാണ്. അപ്പൊ അതിനേക്കാൾ അവകാശം കൂടുതൽ നമുക്ക് തന്നെയാണ്. നീയേ പറ്റുകയാണെങ്കിൽ വേഗം വരാൻ നോക്ക്. ശരി അമ്മ, ഞാൻ നാളെ തന്നെ വരാം എന്നാ. എന്നാ നാളെ തന്നെ വായോ. പറ്റുകയാണെങ്കിൽ ഞാൻ നസീറാനെയും കൂട്ടിയിട്ട് വന്നാം. ഞാൻ വിളിച്ചു നോക്കട്ടെ, വരികയാണെങ്കിൽ കൂട്ടിയിട്ട് വരാം. അല്ലാന്നു കുട്ടിക്ക് സ്വർണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട് അവര്? എന്തൊക്കെ ഇട്ടിക്കണ്? എന്തുണ്ട്? കാതിൽ തേറെ പോകുന്ന 2 സ്റ്റഡ് ഉണ്ട്, പിന്നെ 2 വാളി, അതന്നെ ഉള്ളു. ബാക്കിയൊക്കെ വെള്ളിൻ്റെ. അത് ശരി. അല്ല, ഇപ്പത്തെ സ്വർണത്തിന്റെ വിലയ്ക്ക് ആക്കെ തന്നെ സഹിക്കുള്ളൂ. അതും വേണ്ടേ പറയുക? എന്താ സഹിക്കാണ്ട്? വേണമെങ്കിലൊക്കെ സഹിക്കും. ഇത് പത്രമൊക്കെ മതി പറഞ്ഞിട്ടന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്താ? ആടി, ഞാൻ എന്നാ പിന്നെ വിളിക്കാട്ടോ. ശരി എന്നാ. എന്തിനു നിങ്ങൾ ഫോണ് കട്ട് ചെയ്ത്? കുറച്ചും കൂടി കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ മകളുടെ അടുത്ത്? കുറ്റം പറയേ? നീ കേട്ടപ്പോ ഞാൻ കുറ്റം പറയണത്? കേൾക്കാണ്ട് പിന്നെ ഞാൻ വെറുതെ വന്ന് പറയോ? ഞാൻ ഇത്രയും നേരം നിങ്ങൾ പറയുന്നത് മുഴുവൻ ഇവിടെ കേട്ടോണ്ട് നിൽക്കായിരുന്നു. നിനക്ക് നാണല്ലേ മറ്റുള്ളവർ ഇങ്ങനെ വർത്താനം പറയുന്ന ഉള്ളിൽ നിന്ന് കേൾക്കാൻ? അപ്പൊ ഞാൻ കേട്ടതാ കുറ്റം, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞതല്ല അല്ലേ? ഞാൻ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റുള്ളത്? നിങ്ങൾ എന്താ കുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്? എത്തേറെപ്പൊന്ന് 2 കമ്മലോ? ഇത്രയും ചെറിയ കുട്ടിക്ക് പിന്നെ വേറെ എന്താ കൊടുക്കേണ്ടത്? കിലോ കണക്കിന് കൊടുക്കാൻ പറ്റുമോ? അല്ല, എന്നാലും അങ്ങനെയല്ലല്ലോ, ആവശ്യത്തിനൊക്കെ കൊടുക്കണ്ടേ? ഞാൻ എന്റെ മകള് പ്രസവിച്ചോള സമയത്ത് 2 ജോഡി കമ്മല്, 2 വള, അരഞ്ഞാണം, 4 മോതിരം, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ആവശ്യത്തിനൊക്കെ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളി. അത് പറഞ്ഞിട്ട് അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ സഹിക്കോ? നമുക്ക് ഇവള് മാത്രമല്ല മകളായിട്ടുള്ളത്, ഇതിന്റെ താഴെ ഒരാളും കൂടി ഉള്ളതാ. ഉള്ളത് മുഴുവൻ ഇവൾക്ക് എടുത്ത് കൊടുത്താലേ അതിന് എന്തെടുത്തിട്ടാ കൊടുക്കുക? എന്നിട്ടും നമ്മൾ മര്യാദ രീതിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അതാ കുട്ടിനെ കാണുമ്പോ അറിയണുണ്ട്. എന്താ കുട്ടിന്റെ കാലിൽ കിടക്കുന്നത്? തണ്ട? അങ്ങനത്തെ ചെമ്പ? ഒരു വെള്ളിന്റെങ്കിലും വാങ്ങായിരുന്നില്ലേ? ഇത് ചെമ്പേ, ആരെങ്കിലും ചെയ്യും അങ്ങനെ? ഒന്ന് നിർത്തലുണ്ടോ? എനിക്കിതിന് സമാധാനം തരൂ രണ്ടാളും. ഞാനല്ല നിനക്ക് സമാധാനം തരാത്തത്, നിന്റെ അമ്മായിയമ്മയാണ്. കുട്ടിക്കൊന്നും കൊടുത്തില്ല അവട്ട് മകളുടെ പിടിച്ചു കൂടെ പരാതി പറയണു. നോക്ക്, ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നീ വെറുതെ ഇല്ലാത്തത് പറഞ്ഞിട്ടാക്കണ്ട. അവള് വിളിച്ചിട്ട് കുട്ടിക്ക് എന്തൊക്കെ അമ്മ അവരിട്ടിക്കുന്നത് ചോദിച്ചപ്പോ അവര് വളയും കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞേ. അതെങ്ങനെ പരാതിയാകുക? നിങ്ങൾ ഇതൊന്നല്ലല്ലോ മകളുടെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നത്. പിന്നെ വേറെന്തോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടായിരുന്നല്ലോ. ആ ഇതിന്റെ വീട്ടിൽ നിന്ന് കുട്ടിനെ കാണാൻ ആരും വന്നിട്ടില്ല പറഞ്ഞ് ഞാൻ എല്ലായിടത്തും പറഞ്ഞുകൂടി നടക്കുക അത്ര. അതാ, അതെപ്പോഴാ ഞാൻ പറഞ്ഞേ? ഞാൻ എന്താ അവളുടെ അടുത്ത് പറഞ്ഞെന്നറിയോ? നീ ഇങ്ങോട്ട് വന്നതിന് ശേഷം അവള് കുട്ടിനെ കാണാൻ വന്നിട്ടില്ലല്ലോ. ഒന്ന് വാടി വന്നിട്ട് കുട്ടിനെ ഒന്ന് കണ്ടിട്ട് പോടീന്നാ പറഞ്ഞേ. എന്നാലും നിന്റെ ഉമ്മ വല്ലാത്ത സാധനം കേട്ടോ. പറഞ്ഞതിനൊക്കെ നേരെ തിരിച്ചിട്ട് പറയുന്നത് കണ്ടോ? ഉമ്മക്കൊന്നും മിണ്ടാണ്ടിരുന്നൂടെ? ഉമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നിക്കണേ? എന്നെയും കുട്ടിനെ നോക്കാനോ അതോ വലിയ കുറ്റം കണ്ടുപിടിക്കാനോ? അങ്ങനെ ചോദിക്കു നീ. നിങ്ങളും മോശമൊന്നല്ല. ഉമ്മാന്റെ വായിന്ന് എന്താ വീട് നോക്കാൻ വേണ്ടി കാത്തിരിക്കല്ലേ നിങ്ങളും? നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്തോളി, നാളെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി. എനിക്കിവിടെ ആരും സഹായത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി അഥവാ സഹായം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പണിക്കാരി നിർത്താം, എന്നാലും കുഴപ്പമില്ല. ഇതെന്താ ഇത് ബസ് രാവിലെ ഒഴിച്ചു പറഞ്ഞ രണ്ടാളും പ്രശ്നം തീർക്കൽ എനിക്ക് വേണേ. നിങ്ങളെ ഒരു കാര്യം ചെയ്തോളി, രണ്ടാളും പോയിക്കോളി. ഇനി ഇടയ്ക്കൊക്കെ കുട്ടിനെ കാണണം തോന്നുന്നുണ്ടെങ്കിൽ അപ്പൊ വന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടത് കാണിച്ചു തരാം, രണ്ടാളുടെ അടുത്തേക്ക് വരാം. അപ്പൊ പിന്നെ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇനി ഇവിടെ രണ്ടാളും കൂടി വേണ്ട. അല്ലെങ്കിലും തന്നെ നമുക്കിത് എന്തിന്റെ കേടായിരുന്നു? കുട്ടിനെ നോക്കാമെന്ന് പറഞ്ഞ് കുട്ടിനെ നോക്കിയാൽ പോരെ? ഇത് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മനസ്സ് മുട്ടിയിട്ടാണ് അവള് വന്നിട്ട് പറഞ്ഞിട്ട് പോയത്. ആന്ന് പാവം. നീ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ഞാനാ? നിങ്ങൾ തന്നെയല്ലേ നിങ്ങളെ മകളിൽ വിളിച്ചിട്ട് ഇവിടുത്തെ ഓരോ കുറ്റങ്ങൾ പോയി കൊടുക്കുന്നത്? ഞാൻ അതിനെ അവളിൽ വിളിച്ചിട്ട് ഇവിടുത്തെ കുറ്റങ്ങളൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത്.
ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളാ പറയുന്നത്. അതെങ്ങനെ കുറ്റാകുക? നീയാണ് വെറുതെ എന്റെ വായിന്ന് എന്താ വീടിന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ. അതിന് നിങ്ങളുടെ വായിന്ന് അങ്ങനത്തെ വർത്താനങ്ങളാ വരുന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്.